എന്നാ പിന്നെ ആ കോഴിക്കറീൻ്റെ കൂട്ട് പറയട്ടെ. ഏത് കോഴിക്കറി എന്നല്ലേ? അന്ന് നമ്മൾ ദോശയുടെ കൂടെ കുഴച്ചടിച്ച കോഴിക്കറിയില്ലേ, അത് തന്നെ. വായ ഒരിടത്തരം കോഴി ചെറിയ കഷ്ണങ്ങളായിട്ട് നുറുക്കിയെടുത്തിട്ടുണ്ട്. ഉപ്പ്, തൈര്, ഇഞ്ചി, വെളുത്തുള്ളി, നാരങ്ങാനീര്, മുളക്, മഞ്ഞൾ, കുരുമുളക്, മല്ലിപ്പൊടി, അതുപോലെ തന്നെ മസാല. ഒരു കൈപ്പിടി നിറയെ കുരുമുളകും വറുത്ത ഉള്ളിയും ആ വറുത്ത എണ്ണയിൽ കുറച്ചും കൂടെ ചേർത്ത് തിരുമി അങ്ങോട്ട് മാറ്റി വെച്ചോ. ഇനി വറുത്ത ഉള്ളിയിലോട്ട് വെളുത്തുള്ളിയും പെരിഞ്ചീരകവും നിറത്തിനുള്ള മുളക് പൊടിയും ചേർത്ത് ചതച്ചും കൂടെ വെച്ച പരിപാടി റെഡിയായി. ഇനി ഒരു നല്ല കട്ടിയുള്ള ഇരുമ്പ് ചട്ടിയെടുത്ത് ഈ കോഴി കഷ്ണങ്ങളെല്ലാം അതിനകത്തോട്ടിട്ട് ഇടയ്ക്കിടയ്ക്ക് അടച്ച് വെച്ച് ഇളക്കി ഇളക്കി നല്ലതുപോലെ വാറട്ടിയെടുക്കണം. അപ്പം എണ്ണയൊക്കെ തെളിഞ്ഞ് ഈ ഒരു ഫോമിൽ കിട്ടാനായിട്ട് ഏകദേശം 15 മുതൽ 20 മിനിറ്റ് വരെ എടുക്കും കേട്ടോ. ഇനി ഇതിലേക്ക് ആ ചതച്ച ഉള്ളിക്കൂട്ടും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ പരിപാടി ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. ഇപ്പം ഇതൊരു കിടിലൻ പെരളൻ ഫോമിലാണ് ഇരിക്കുന്നത്. കറി ആയതുകൊണ്ട് തന്നെ നല്ല തിളച്ച വെള്ളം 2 കപ്പ് ചേർത്തോ. നല്ലതുപോലെ അങ്ങോട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് ഒരു കൈപ്പിടി നിറയെ മല്ലിയിലയും കൂടെ വാരി അങ്ങോട്ട് വെതറുകയാണെങ്കിൽ പരിപാടി കഴിഞ്ഞു. ഒരു കിടിലൻ ടേസ്റ്റാണ്. പിന്നെ അറിയാലോ, വറുത്ത ഉള്ളി എണ്ണയൊക്കെ ആകുമ്പോഴത്തേക്ക് കുറച്ച് ഹെവിയാണ്. അപ്പോൾ എപ്പോഴും വേണ്ട, പലപ്പോഴും ആൾക്കാരൊക്കെ വരുമ്പോൾ ഉണ്ടാക്കി ഷൈൻ ചെയ്യാമല്ലോ. നിങ്ങളിത് പൊറോട്ട, പുട്ട് എന്തിൻ്റെ കൂടെ വേണോ കഴിച്ചോ. പക്ഷേ ഈ മഞ്ഞത്ത് ഞാൻ മാവരച്ച് വിളിപ്പിച്ചിട്ടുണ്ടേ, ഞാൻ ദോശയുടെ കൂടെ കഴിക്കത്തുള്ളൂ. പൊളിയാണ്.